നമസ്കാരം. പതിരും കതിരും. ചെമ്മീൻ്റെ ഹൃദയം അതിൻ്റെ തലയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ കൃത്യമായ ശരീരഘടന വെച്ച് നോക്കിയാൽ ഹൃദയം തലയ്ക്ക് തൊട്ടു പിന്നാലെ നെഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാണാം. ജീവശാസ്ത്രത്തിൻ്റെ വിശാലമായ മണ്ഡലത്തിൽ അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും അത്ഭുതം തോന്നിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്, ജെല്ലി ഫിഷ്. അതിന് മസ്തിഷ്കവുമില്ല. തലച്ചോറിൻ്റെ അഭാവത്തിന് പേരുകേട്ടതാണെങ്കിലും ജെല്ലി ഫിഷിനെ കാണാൻ നല്ല രസമാണ്. കേന്ദ്രീകൃത തലച്ചോറോ സ്വന്തമായി ശ്വാസകോശമോ ഇല്ലാത്തതും മസ്തിഷ്കത്തിൻ്റെ സ്ഥാനത്ത് അറക്കപ്പൊടി നിറച്ചതുമായ ചില അത്ഭുത ജീവികൾ കേരളത്തിലുണ്ടെന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലാണ്. ചെമ്മീൻ്റെ ഹൃദയം തലയിലെങ്കിലും ഇരിപ്പുണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാം. എന്നാൽ മസ്തിഷ്കത്തിൻ്റെ സ്ഥാനത്ത് മൈദാമാവ് കുഴച്ചു വെച്ച് ജീവിക്കുന്ന ന്യായീകരണ വീരപ്പന്മാരെ പറ്റി എന്തു പറയാനാണ്. അത്തരത്തിലൊരു കോമ്രേഡായി പോയല്ലോ നമ്മുടെ ജെയ്ക് സി തോമസ്. ശരിക്കും ഒരു ജെല്ലി ഫിഷ്. കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനോരമ ന്യൂസിൽ ചർച്ചയ്ക്ക് വന്ന ജെയ്ക്കിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി ശരിക്കും ആശങ്കപ്പെട്ടു പോയി. ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് അലർച്ച ശബ്ദമിട്ട് വിടേണ്ടി വരുമെന്ന് തോന്നിപ്പോയി. അമ്മാതിരി പ്രയോഗമല്ലേ യൂത്ത് കോൺഗ്രസ്സുകാരനായ അബിൻ വർക്കി ജെയ്ക്കിന് നേരെ പ്രയോഗിച്ചത്. ഇത്തരം ദുരന്തങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മുടെ ചാനലുകൾ ജെയ്ക്കിനെ പോലെയുള്ളവരെയും സഖാവ് അനിൽകുമാറിനെയും ഒന്നും ചർച്ചയ്ക്ക് വിളിക്കരുത്. അത് മരിച്ചവരോടുള്ള അനാദരവായി മാറും. കൺമുമ്പിലൊരു ദുരന്തമുണ്ടായിട്ടും ഒന്നും മനസ്സിലാകാതെ ഒരു ശവത്തിൽ ചവിട്ടി നിന്ന് നമ്പർ 1 കേരളത്തിൻ്റെ വീരസ്യവും കിഫ്ബിയുടെ ഗീർവാണവും അടിക്കുകയായിരുന്നു വീണ ജോർജ്. പൊന്നമ്പല വാസവനും തൊട്ടടുത്തുണ്ടായിരുന്നു. ഒരു ദുരന്തമുണ്ടായി നാടാകെ വേദനിച്ച് നിൽക്കുമ്പോഴും വീണ ജോർജ് സൂപ്പറാണെന്നും പറഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ് കമ്മി ക്യാപ്സൂളുകാർ. എന്തായാലും വായിലിട്ടപ്പോഴേ ആ ക്യാപ്സൂളുകൾ പൊട്ടിയതിൻ്റെ ഒരു കയ്പ് ജെയ്ക്കിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടറിന്മേൽ ഉമ്മൻചാണ്ടി 3 കൊല്ലം അടയിരുന്നത്രേ. അടയുടെ കാലഘട്ടം നോക്കിയാൽ 9 വർഷമാണ് പിണറായി വിജയൻ്റെ അടയിരിപ്പ് കാലം. 9 വർഷമായി കാരണഭൂതൻ്റെ കൈവശത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നതിനും പഴിയെല്ലാം ആ പാവം ഉമ്മൻചാണ്ടിക്ക്. വീണ ജോർജ് ഉമ്മൻചാണ്ടിയുടെ തലയിൽ അത് ചാരാൻ ആവുന്നത്ര നോക്കി. കൺമുമ്പിൽ ഇടിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ ആരുമില്ല എന്ന വിവരക്കേട് വിളിച്ചു പറഞ്ഞ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച സ്ത്രീയാണ് ഈ പറയുന്നത്. ഒരു മൃതദേഹം മാന്തിയെടുത്തു എന്നറിഞ്ഞപ്പോൾ 13 വർഷം മുമ്പുള്ള റിപ്പോർട്ട് പൊക്കാൻ പോയിരിക്കുന്നു. എന്തൊരു നിതാന്ത ജാഗ്രതയാണ്. ഈ മന്ത്രിക്ക് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ് എന്ന് അബിൻ വർക്കി പറഞ്ഞപ്പോൾ എന്തിനാണ് ജെയ്ക് സി തോമസ് ഇടത് കൈ പൊക്കിയത് എന്നാണ് അറിഞ്ഞുകൂടാത്തത്. കാണ്ടാമൃഗം എന്ന് കേട്ടപ്പോൾ പ്രസന്റ് സാർ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ആ കൈപൊക്ക്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ കളക്ടറെ ഓക്കൻ എന്ന് വിളിച്ചതിലാണ് ജെയ്ക്കിന് സങ്കടം. എങ്കിൽ ഞാൻ പരനാറി എന്ന് വിളിക്കാമെന്നായി. എൻ്റെ ദൈവമേ, ആത്മഹത്യയ്ക്കും ജീവിതത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെയാണല്ലോ ഓരോ ദിവസവും ഈ ന്യായീകരണ സഖാക്കളുടെ യാത്ര. നിസാര കാര്യത്തിന് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നവന്മാരെ വേണം പറയാൻ. നിങ്ങൾ എന്തുകൊണ്ട് ന്യായീകരിച്ച് തെയ്യുമ്പോഴും ജീവിക്കാൻ കൊതിക്കുന്ന ഈ സഖാക്കളെ മാതൃകയാക്കുന്നില്ല? ലോകം ഭരിക്കുന്ന ആരോഗ്യ കേരളത്തിലെ ആശുപത്രി സൂപ്രണ്ടിനെ അവനെന്ന് വിളിച്ചെന്നും ജെയ്ക്കിന് പരാതിയുണ്ട്. ഒരു ഗവർണറെ തന്തയ്ക്ക് വിളിക്കാൻ SFIക്കാരെ പഠിപ്പിച്ച് വിട്ട പാർട്ടിയാണ് ഇതെന്നോർക്കണം. സിസ്റ്റത്തിൻ്റെ എററും നാക്കുപിഴവും എല്ലാം കൂടി ആയതോടെ ആരോഗ്യനില വല്ലാതെ വഷളായതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. അവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്രേ. ഒരർത്ഥത്തിൽ വീണ ജോർജിനെ നമ്മൾ മാനിക്കണം. തനിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടും സ്വന്തം വകുപ്പിൻ്റെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ അഭയം തേടാനുള്ള ആ വലിയ മനസ്സ് കാണാതെ പോകരുത്. അവർ ഏറ്റെടുത്ത റിസ്ക് എത്ര വലുതാണെന്ന് ഓർക്കണം. നാളെ മുതൽ ഇതൊക്കെയായിരിക്കും കമ്മികൾ പറയുക. നോക്കൂ, ആരോഗ്യമന്ത്രി എത്ര ലളിത ജീവിതമാണ് നയിക്കുന്നത്. കാര്യമായ തകരാർ എന്തെങ്കിലും കാണുകയായിരുന്നെങ്കിൽ അമേരിക്കയിലേക്കോ അപ്പോളയിലേക്കോ പോകുന്നത് വേറെ കാര്യം. എന്തൊക്കെ സംഭവിച്ചാലും ഇരട്ടച്ചങ്കുള്ള ലേഡി പിണറായി സാധാരണ ഭയക്കുന്നയാളല്ല. പക്ഷേ തൻ്റെ കോലം നാടാകെ നിന്ന് കത്തുമ്പോൾ സാരിക്ക് തീ പിടിച്ച പോലെ ഒരു തോന്നലുണ്ടായിപ്പോയി. അതോടെ രക്തസമ്മർദ്ദം മൂർച്ഛിച്ചു. കമ്മികളുണ്ട്, ന്യായീകരണ തൊഴിലാളികൾ ചുറ്റിനുമുണ്ട്, സഹാക്കന്മാർ മുദ്രാവാക്യം വിളിച്ചു തരാൻ കൂടെയുണ്ട്, കാരണഭൂതൻ്റെ കവചമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ
ഉടുതുണിക്ക് തീ പിടിച്ചാൽ സ്വന്തം കൈകളേ ഉള്ളൂ ആദ്യമെത്താനെന്ന് എല്ലാവരും ഓർക്കണം. സത്യസന്ധനായ ഒരു ഡോക്ടറെ വേട്ടയാടാൻ ഇറങ്ങിയതിന് കിട്ടിയ കൂലിയാണിതെല്ലാം. പക്ഷെ ഒരു പാവം വീട്ടമ്മ അതിൽ ബലിയാടായി. വിവേകമോ ബുദ്ധിയോ മസ്തിഷ്കത്തിൻ്റെ ഉപയോഗമോ തിരിച്ചറിയാത്ത ക്യാപ്സൂൾ കമ്മികളും ന്യായീകരണ തൊഴിലാളികളും ആഞ്ഞു തള്ളിക്കോളിൻ. ആടിയിരിക്കുന്ന ചിലതുകൂടി വീഴാനുണ്ട്. നന്ദി.